രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ആരോപണത്തിൽ നിർണായക കണ്ടെത്തലുമായി ക്രൈംബ്രാഞ്ച് സംഘം. 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്കും ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് സ്പോട്ടായി ആദ്യം കിടക്കുന്നത്. സ്വാഗതം ഒരിക്കൽ കൂടി. ക്രൈംബ്രാഞ്ചിന്റെ ഈ നിർണായക കണ്ടെത്തൽ എത്തരത്തിലാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക? ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് നിലവിൽ? എൽദോ, വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരിട്ട് പരാതി നൽകാൻ ഇരകളായവർ ആരും രംഗത്തെത്താതിരിക്കുകയും അന്വേഷണം പ്രതിസന്ധിയിലൂടെ നീങ്ങുകയും ചെയ്യുന്നതിനിടയിലാണ് രണ്ടാമതൊരാൾ കൂടി ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് എന്ന നിർണായക വിവരം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അതേ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾക്ക് വേണ്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഈ രണ്ടാമത് ഗർഭചിത്രം നടത്തിയ യുവതി കേരളത്തിന് പുറത്തു വെച്ചാണ് അത് നടത്തിയിരിക്കുന്നത് എന്നാണ് നിലവിലെ കണ്ടെത്തൽ. ആ പശ്ചാത്തലത്തിൽ ഈ ഗർഭചിത്രം നടത്തിയ ആശുപത്രി കേന്ദ്രീകരിച്ചു കൂടി അന്വേഷണം നീളും. അതോടൊപ്പം അത്തരമൊരു നടപടിക്ക് ആരാണ് പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ അതിൽ ബാഹ്യസമർത്ഥം ഏത് വിധത്തിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് പുറത്ത് ഗർഭചിത്രം നടത്തിയ യുവതിയുമായി ബന്ധപ്പെട്ട ഈ ആശുപത്രി വിശദാംശങ്ങൾ മുഴുവൻ ഇന്റലിജൻസ് വിഭാഗം ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് ശേഖരിച്ചിട്ടുള്ള ആ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിക്കൊണ്ടായിരിക്കും ഈ കേസിൽ തുടരന്വേഷണം നടക്കുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനെയൊരു വിവാദത്തിൽ ഈ സൈബർ ആക്രമണങ്ങൾ ഭയന്ന് യുവതികൾ പരാതി പറയാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന ഒരു കണ്ടെത്തലിലേക്ക് കൂടി ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് BNS സെക്ഷൻ 88 പ്രകാരം നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതകളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയാണ്. ഇതിൽ വിദഗ്ധരുടെ നിയമോപദേശം തേടിയതിനു ശേഷമായിരിക്കും ഈ കാര്യത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ, അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ലേ? പരാതിക്കാർ അങ്ങനെ പരാതി നൽകാൻ പരാതിയുമായി യുവതികൾ വരാതിരിക്കുന്ന ഒരു പശ്ചാത്തലവും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ എത്തരത്തിലായിരിക്കും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ക്രൈംബ്രാഞ്ചിന്? അതാണ് എന്തോ ഞാൻ സൂചിപ്പിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 88 പ്രകാരം ഇത്തരത്തിൽ ഗർഭചിത്രം ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല നടത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ ഗർഭചിത്രം നടത്തിയ യുവതി ഉൾപ്പെടെ പ്രതികളായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് ഈ അമ്മയുടെ ജീവന് അപകടമുണ്ടെന്നോ ഉള്ളിൽ വളരുന്ന ശിശുവിന്റെ ജീവന് അപകടമുണ്ടെന്നോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുമെന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പുതിയ നിയമപ്രകാരം ഗർഭചിത്രം നടത്താനാവൂ. അതാണ് നിയമത്തിലെ പുതിയ വ്യവസ്ഥ. അങ്ങനെയിരിക്കെ ഡോക്ടർമാർ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട എന്ത് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗർഭചിത്രം നടത്താൻ അനുമതി നൽകിയത് എന്ന കാര്യത്തിലായിരിക്കും വിശദമായ അന്വേഷണം നടക്കുക. അങ്ങനെ നിയമപരമായിട്ടല്ല ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി ആ ആശുപത്രിയിലേക്ക് കൂടി കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് പരമാവധി തെളിവുകൾ ശേഖരിച്ചതിനു ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പുറത്തു വന്ന ചാറ്റുകളിലൊക്കെ വായിക്കുമ്പോൾ അന്നുണ്ടായിരുന്നത് ആ ടാബ്ലറ്റ് കഴിച്ചോളൂ, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ യുവതി പറയുന്നു അതിൽ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമുണ്ടാകും, അങ്ങനെ എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയുമ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ രാഹുൽ സംസാരിച്ചു എന്നാണ് പുറത്തു വന്ന ചാറ്റുകൾ. അതിൻ്റെ ഏറ്റവും ആധികാരികതയൊക്കെ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തട്ടെ. അപ്പോഴും ഡാൻ, ഇത് ഒരു പ്രശ്നമല്ലേ? ഇത്തരത്തിൽ ഇല്ലീഗലായിട്ട് അതൊരു ആശുപത്രിയിൽ വേണ്ടതുപോലെ ഒരു ഡോക്ടറെ സമീപിച്ച് നടക്കുന്ന ചികിത്സാ രീതിക്കും അപ്പുറം സ്വയമേ ചെയ്യാൻ നിർബന്ധിക്കുക എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ? പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അത് മുന്നിൽ കണ്ടാണോ നീങ്ങുന്നത്? അതായത് ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ പുറത്തു വന്ന വാട്സാപ്പ് ചാറ്റുകളും അതോടൊപ്പം ശബ്ദ സംഭാഷണങ്ങളും ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരു യുവതിയുടേതാണ്.
ഈ രണ്ടാമത്തെ യുവതി ഇപ്പോഴും അവരുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും എവിടേക്കും എത്താതെ ഇരിക്കുന്നതിനുള്ള ബോധപൂർവമായൊരു നീക്കം നടത്തിയിട്ടുണ്ട്. അത് അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ അന്വേഷണ സംഘവും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആദ്യം കടന്നിരുന്നില്ല. പക്ഷേ പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില സൂചനകൾ അവർക്ക് ലഭിക്കുകയും ആ അന്വേഷണം ഒടുവിൽ മറ്റൊരാൾ കൂടി ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്, രണ്ടുപേരും ഒരേ മേഖലയിൽ നിന്നുള്ളവരാണ് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്കൊക്കെ അന്വേഷണ സംഘത്തെ നയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് യുവതികളുടെയും മൊഴിയെടുക്കാനുള്ള സാവകാശം അന്വേഷണ സംഘം തേടും. അവർ അതിനോട് നേരിട്ട് സഹകരിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദഗ്ധരുടെ നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിൽ എന്ത് കാരണം കൊണ്ടാണ് ഗർഭചിത്രം നടത്തിയത് എന്ന് ഈ രണ്ടുപേരും മൊഴി കൊടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെ നിയമത്തിലെ ആ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിയമത്തിന്റെ നിയമസഹായത്തിന്റെ പിൻബലത്തോടെ അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ യുവതികളുടെ മൊഴിയെടുക്കാൻ അവർ നിർബന്ധിതരാകും ഉറപ്പായിട്ടും. അതിനുമപ്പുറത്തേക്ക് മറ്റു പലരുടെയും മൊഴിയെടുത്തു എന്നുള്ള സൂചനയുണ്ടല്ലോ. നേരത്തെയും ഇപ്പോൾ പരാതിയുമായി രാഹുലിനെതിരെ പ്രത്യക്ഷത്തിലെത്തിയ ആളുകളുടെ മൊഴി ഈ സംഘം തന്നെയാണോ രേഖപ്പെടുത്തിയത് ഡാൻ? അതായത് ആകെ 10-ലധികം പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൽ ഏതാണ്ട് 10 പേരും ഈ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെയും അതോടൊപ്പം യുവതികൾ നടത്തിയ വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം ഇമെയിലായി പരാതി അയച്ചവരാണ്. അവരാരും ഇരകളായിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് ആരും പരാതി നൽകാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പോലീസിന് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരണമെങ്കിൽ കൃത്യമായി ഒരു പരാതി അനിവാര്യമായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ 10 പേർ നൽകിയ 10 പരാതിക്കാരിൽ നിന്ന് 2 പേരെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചതിന് ശേഷം ആ 2 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ആളുകളിലേക്ക് അന്വേഷണം അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ഇരകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ രണ്ടാമതൊരാൾ കൂടി ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഉണ്ടായ വലിയ പ്രശ്നം ഈ രാഷ്ട്രീയമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെടുന്നു. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച ഗ്രൂപ്പുകളിൽ നിന്നും പലതരത്തിലുള്ള സമവായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. ഈ പരാതികളും ഈ വിഷയവുമൊക്കെ രാഷ്ട്രീയമായി കോൺഗ്രസിനെയും വല്ലാത്ത ഒരു കുരുക്കിൽ കൊണ്ടെത്തിച്ച ഒരു മട്ടിലേക്കാണ് പോകുന്നത്. സമാനതകളില്ലാത്ത ഒരു പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു. ഇത്രയും നാടുകളില്ലാത്ത ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് നീങ്ങേണ്ടി വരുന്നു. ഇത്തരമൊരു സാഹചര്യമുണ്ടല്ലോ. ആ സാഹചര്യം കൂടെ വിവരിക്കണം ഡാൻ. അതായത് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരസ്യമായി പരാതി നൽകാൻ തയ്യാറാകാതിരുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ അനുകൂലികൾ അദ്ദേഹത്തിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ഒരു തരംഗം തീർക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തിയത്. രാഹുലിനെ ബോധപൂർവം വേട്ടയാടാനുള്ള ശ്രമം ചില രാഷ്ട്രീയ കക്ഷികളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ സഹായത്തോടെ നടത്തുകയാണ് എന്ന തരത്തിലുള്ള വലിയ സൈബർ ആക്രമണമാണ് രാഹുലിനെതിരെ നിലപാട് എടുത്തവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾക്കെതിരെ അടക്കം രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു കേട്ടത്. അതോടൊപ്പം മുതിർന്ന നേതാക്കൾ പലരും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവരുടെ വായടപ്പിക്കാനായി അവരുടെ സ്വകാര്യതകളിലേക്ക് കൂടി കടന്നുകയറി ഈ സൈബർ കടന്നാക്രമണം നീളുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടെയാണ് ഒരു വിഭാഗം നേതാക്കൾ പൂർണ്ണ മൗനത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഈ പരാതികളുടെ ഗൌരവം എത്രത്തോളമായിരുന്നു എന്ന കാര്യം ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അറിയാമായിരുന്ന ഒരു പശ്ചാത്തലമാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് നേതാക്കളുടെ ഒന്നും പൂർണ്ണമായ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാതിരുന്നിട്ട് കൂടി ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉറച്ചു നിന്നത്. അദ്ദേഹത്തിന്റെ പിന്തുണയുമായി പിന്നീട് ആദ്യം സ്വയം മറിപ്പെടുത്തിയിരുന്ന രമേശ് ചെന്നിത്തല കൂടി രംഗത്തെത്തിയത്. അദ്ദേഹവും ഈ സംഭവങ്ങളുടെ ഗൌരവം എത്രത്തോളമാണ് എന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഇനി രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളിയായി മാറും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളിലേക്കായിരിക്കും രാഹുൽ അനുകൂലികൾ കടക്കുക എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്.
ഇനി മറ്റൊരു വശം കേസിൻ്റെതാണ്. ഇനിയും കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വരും എന്നുള്ള കരുതൽ, ഒരു തോന്നലുണ്ടോ പാർട്ടിക്കും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിനും? ഇനിയും പരാതി വരാനുള്ള സാഹചര്യമുണ്ടെന്നൊക്കെ ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കേവലം പോസ്റ്റുകളിലൂടെയുള്ള ചർച്ചകൾ മാത്രമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്രത്തോളം ഇത് വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ 2 യുവതികളുടെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും പരാതി രാഹുലിനെതിരെ ഉയരാനുള്ള സാഹചര്യം ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അത് വലിയ തരത്തിലുള്ള സമ്മർദ്ദം, ഈ ഗർഭചിത്രം നടത്തിയ യുവതികൾക്കടക്കം വലിയ തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇരകളാക്കപ്പെടുകയും എന്നാൽ പരസ്യമായി ഇക്കാര്യങ്ങൾ തുറന്ന് അല്ലെങ്കിൽ ഒരു നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ സാധ്യതയുള്ളവരുമായ ആളുകളെ നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഫോണിലും അല്ലാതെയും ബന്ധപ്പെട്ട് പരാതി നൽകുന്നതിൽ നിന്ന് അവരെ പിൻവലിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ തന്നെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പരാതികൾ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു സന്ദേഹം നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ ഗർഭചിത്രം നടത്തിയ യുവതികളെ കേന്ദ്രീകരിച്ച് തന്നെ വിശദമായ അന്വേഷണം നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുകയും അതുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നു ക്രൈംബ്രാഞ്ച് സംഘം. അതിൽ 2 യുവതികൾ ഗർഭചിത്രം നടത്തിയെന്നുള്ള നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയിട്ടുണ്ട്. ഈ 2 യുവതികൾ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് എത്തരത്തിലാണ് അതിൻ്റെ പ്രൊസീജിയറൊക്കെ പരിശോധിക്കും. സ്വാഭാവികമായും മൊഴിയെടുക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. മൊഴി നൽകാൻ നിർബന്ധിതരാകും അവർ. കോൺഗ്രസ് പാർട്ടിയിലും ഇത് വലിയ തോതിൽ വിവാദമാണ്, വലിയ തോതിൽ ചർച്ചയാണ്. പാർട്ടിയിലെ സമവാക്യങ്ങളിൽ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഈ വിവാദം എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഇത്തരത്തിൽ ഒരു സമ്മർദ്ദവും സമവായത്തിലെ പ്രശ്നങ്ങളുമൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നതൊക്കെ കാത്തിരുന്നു കാണണം. ഓരോരുത്തരും അവരുടെ രീതിയിൽ പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.